നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും എന്തും പുതിയ വിഷയമുള്ളൂ, പുതിയ വീഡിയോയേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ കുട്ടികൾ പേടിയില്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വസിക്കട്ടെ എന്ന് വിചാരിച്ച. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എന്താ കാര്യം എന്താണ്? ഞാൻ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ശ്രമിക്കണ്ടേ അത് സേഫാക്കി കൊടുക്കാൻ? അല്ലെങ്കിൽ നമ്മൾ വേവലാതിയാ, അയ്യോ മോൻ എന്താ അവിടെ ചെയ്യുന്നത്, മകളെന്താ അവിടെ ചെയ്യുന്നത്, നമുക്ക് വേവലാതിയല്ലേ ഡ്യൂട്ടിയിൽ നിന്ന് വരുമ്പോൾ, ബിസിനസ്സിൽ നിന്ന് വരുമ്പോൾ എല്ലാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയിട്ട് ഈ പ്ലാറ്റ്ഫോം, അതായത് സൈബർ വേൾഡ് ഒന്ന് സേഫ് ആക്കാം. ലെറ്റ് us മേക്ക് സൈബർ വേൾഡ് സേഫ്. അപ്പം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കുറേ കുട്ടികൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അവരവരുടെ സേഫ് അനുസരിച്ച്, അവരുടെ സെക്യൂരിറ്റി സേഫ് അനുസരിച്ച് അവരത് ഉപയോഗിക്കും. ഇതാണ് എൻ്റെ ഉദ്ദേശം. കാരണം വേറൊരു മീഡിയയും, അതായത് വേറൊരു ഏജൻസിയും ഇതിനെ സേഫ് ആക്കാൻ വേണ്ടി മുന്നോട്ട് വരില്ല. അപ്പം നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ഇത് തന്നെ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ പിള്ളേരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ചോദിക്കുമ്പം അവനോ അവളോ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ആരോഗ്യപരമായിരിക്കുന്ന ഡിജിറ്റൽ മീഡിയ ഉപയോഗം പേരൻസ് മനസ്സിലാക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴല്ലേ നമുക്കിതിനെപ്പറ്റി ഐഡിയ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ പോയിൻറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ നിങ്ങൾ തിരക്കാണ്, ഞാനാണ് തിരക്കില്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരിത് ഫോളോ ചെയ്തോളും. ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മളെല്ലാം മിടുക്കരാ, ഒരു പ്രശ്നവുമില്ല. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ കൊടുത്താൽ മതി. അവർ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അവർ എൻഗേജ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് സേഫായി കൊടുക്കണ്ടേ വേണം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്തുവാ? അവരോട് പറയണം, ആവശ്യമില്ലാത്ത പരിചയമില്ലാത്ത കൂട്ടുകാരികളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കരുത്. കാരണം അവർക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരികളുണ്ട്, സ്കൂളിലുണ്ട്, ചുറ്റുവട്ടത്തുണ്ട്, റിലേറ്റീവ്സിലുണ്ട്. അറിയാവുന്ന കൂട്ടുകാരെ മാത്രമേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാവൂ എന്ന് പറയണം. പിന്നെ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പല രീതിയിലുള്ളതായ റിക്വസ്റ്റ് വരും. എന്താണെന്നറിയാവോ? നിങ്ങളുടെ അഡ്രസ്സ് എന്താ, മൊബൈൽ നമ്പർ എന്താ, ആധാർ നമ്പർ എന്തുവാ, ഈവൻ ദോ ദേ ആർ ആസ്കിങ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾസോ. അതൊന്നും നമ്മൾ കൊടുക്കരുത്. നമുക്കെന്തിനാ കൊടുക്കുന്നത്? പിന്നെ നമുക്ക് പ്രൈവസി പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉപയോഗിക്കാമല്ലോ. അതും കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അൺഹെൽത്തി ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം എന്തിനാ? പിന്നെ നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഉണ്ടല്ലോ, ചില മെസ്സേജിന്, ചില വീഡിയോയ്ക്ക് ചില സമയങ്ങളിൽ നമുക്കൊരു റിപ്ലൈ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പം അതിട്ടിരിക്കുന്നവർക്ക്, അത് അയച്ചവർക്ക് ദേഷ്യം വരുന്ന രീതിയിലോ, അപ്രീതി ഉണ്ടാകുന്ന രീതിയിലോ, റിവെഞ്ച് ഉണ്ടാകുന്ന രീതിയിലോ ഒരു റിപ്ലൈയും കൊടുക്കരുതെന്ന് അവരോട് പറയണം. കാരണം നാളെ അത് നമുക്ക് പാരയാവും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ അത് കൂടി വരുമ്പം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ വരികയാണെങ്കിൽ പേരൻസിനെ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമുക്കത് ഉചിതമാകുന്നതായ അതോറിറ്റിയെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ കുട്ടികളോട് പറയണം, ചിലവരെ ഉണ്ടല്ലോ അപരിചിതരെ, സ്ട്രേഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ അടുത്തേക്ക് വരുവാൻ, മോനെ മോളെ എന്നൊക്കെ വിളിച്ച് അടുത്തേക്ക് ഇനി വരും. അവരെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം. ഒരാവശ്യമില്ല. എന്താ ആവശ്യം? എന്തിനാ? നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ. കാരണം അടുത്തടുത്ത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവരെന്താണെന്നറിയോ, ഈ സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവിടെ ശ്രദ്ധിക്കാൻ പറയണം. ആവശ്യമില്ലാതെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പ്രോബ്ലംസ് ആവും. അപ്പോൾ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം. എന്നിട്ട് ലീഗൽ ആക്ഷന് പോവുക. പിന്നെ വേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അവരിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, അവരുടെ ആ ഫീൽഡിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ പറയും, പപ്പയോടും മമ്മിയോടും പറയരുത് കേട്ടോ, ഇത് രഹസ്യമായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ പറയുന്നവരുടെ കുട്ടികളോട് പറയണം, നിങ്ങൾ അലർട്ടായിരിക്കണം, അവരെ ബ്ലോക്ക് ചെയ്യുക, നോ എൻ്റർടൈൻ. അതിൻ്റെ ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോഴ്സിലി കൺവെർസേഷൻ ഉണ്ട്. നിങ്ങളുടെ ഫോട്ടോ അയക്കുക, എനിക്ക് മെസ്സേജ് അയക്കുക, വീഡിയോസ് അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു രീതിയിലും അവരെ എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബിസിനസ് ആയിരിക്കും, പഠിക്കുമായിരിക്കും, ജോലിയായിരിക്കും, ആ രീതിയിൽ എല്ലാവരെയും തരം താകുന്ന രീതിയിൽ, ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ വരും, ഫോട്ടോസ് വരും, അതുപോലെ തന്നെ വീഡിയോസ് അയക്കും. നമ്മൾ ഇൻസൾട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. അത് റിമൂവ് ആൻഡ് കീപ്പ് ഇറ്റ്.
എന്തിനാണെന്നറിയോ, നമുക്കത് ലീഗൽ ആക്ഷൻ പോകുമ്പോൾ ദാറ്റ്സ് എ സപ്പോർട്ടിങ് എവിഡൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്, പേപ്പറിൽ വരുന്നില്ലയോ, ലീഗൽ ആക്ഷൻ എടുക്കാൻ പോയി പക്ഷേ സപ്പോർട്ടിങ് ഇല്ല, എവിഡൻസ് ഇല്ല. സോ അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ആവശ്യമില്ലാതെ ഗെയിം കളിക്കരുത്. പ്രിയ പേരൻസേ, കൂട്ടുകാരെ, നമുക്കറിയില്ലേ നമ്മുടെ ചെറുപ്പത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചീട്ട് കളിക്കരുത്, കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, നുണ പറയരുത്, സത്യമേ പറയാവുള്ളൂ, നമ്മൾ ഭക്തിയുള്ളവരായിരിക്കണം, ഭയമുള്ളവരായിരിക്കണം, വെടിപ്പുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലയോ? ഇന്ന് ഓൺലൈൻ ഗെയിംസ് അല്ലയോ, അത് ഗവൺമെൻറ് പോലും കണ്ണടച്ചിരിക്കുക. എന്തോ ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ കളിക്കേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറുള്ളേ. കുട്ടികളുടെ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കണം. 24 hours ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കോച്ചിങ്ങിന് വേണ്ടിയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നു, മറ്റുള്ള നോട്ട്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പല രീതിയിൽ കുട്ടികളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ 24 hours അവരോട് പറയാൻ നിർബന്ധമാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഉപയോഗിക്കുക. അത് നല്ല ഗെയിംസ്. അവിടെയും ശ്രദ്ധിക്കണം. അൺഹെൽത്തി ആണെങ്കിൽ വേണ്ട, റോങ് ഇൻഫോർമേഷൻ ആണെങ്കിൽ വേണ്ട. പിന്നെ അവരോട് എന്താ പറയണമെന്നറിയോ? ചിലപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം പപ്പയുടെയും മമ്മിയുടെയും ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ ചോദിക്കും, ആധാർ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ ചോദിക്കും. അയ്യോ, എനിക്ക് അഡ്രസ്സ് താൻ പറയാം. ചിലപ്പം അവർ പാസ്വേഡ് പോലും ചോദിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരത് ഉപയോഗിച്ചാണ്. കുട്ടികളെല്ലാം മിടുക്കരാ. പക്ഷേ എന്താ പ്രശ്നം? നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കാണ്. നമ്മുടെ സമയം മാറ്റി വെക്കണം. കുട്ടികളെ ഇത് ഉപയോഗിക്കുക. പക്ഷേ ഇതിനെല്ലാം ലിമിറ്റുണ്ട്. കാരണം 2 വർഷം നമുക്കറിയാം, കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ നമ്മളിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈവൻ അവർ ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്ത് എല്ലാം ഗൂഗിൾ സെർച്ചിങ്ങിലും ഈ ഡിജിറ്റൽ മീഡിയയിലാണ് നമ്മളെല്ലാവരും, നമ്മളെ കൂടുതൽ കുട്ടികളും. അപ്പോൾ അവിടെ അവർക്കൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രദാനം ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം നമ്മളാണ്, അല്ലാണ്ട് ആരും വന്ന് നമ്മളെ സഹായിക്കില്ല. സോ അതുകൊണ്ട് പ്രിയപ്പെട്ട പേരൻസ്, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. നന്ദി, നമസ്കാരം.